ഗ്രാമം മുഴുവൻ വെയിൽ കാരണം വല്ലാതെ വരണ്ടിരിക്കുകയായിരുന്നു. ജീവിതം മുഴുവൻ വിയർപ്പ് കൊണ്ട് നിറഞ്ഞിരുന്നു. അപ്പോഴാണ് സൂരജ് കൊണ്ടുവന്നത് ഒരു പ്രകാശം. മാമ്പഴം കൊണ്ടവൻ ഒരു തണുത്ത പാനം ഉണ്ടാക്കി. എല്ലാവരുടെ മുഖത്തും നിറഞ്ഞു സന്തോഷം. ഗ്രാമത്തിലേക്ക് തിരികെ കിട്ടി സന്തോഷത്തിന്റെ ദിവസങ്ങൾ. ഗ്രാമത്തിൽ അന്ന് നേരം വെളുത്തു. ജനങ്ങൾ അവരുടെ രാവിലത്തെ പണികൾ ചെയ്യുകയായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ്. പിന്നെ പുരുഷന്മാർ ജോലിക്ക് പുറപ്പെട്ടു പോവുകയാണ്. സ്ത്രീകൾ മാറി മാറി സംസാരിച്ചുകൊണ്ട് ആ രാവിലെ തുടങ്ങുകയായിരുന്നു. പിന്നെ ദൂരെ നിന്ന് മുഴുവൻ ഗ്രാമവും തിരക്കോടെ ഇരിക്കുന്നത് അറിയാൻ കഴിഞ്ഞു. ടേക്രാം പിന്നെ മോഹൻരാം മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ ഗ്രാമത്തിലുള്ള വല്ലാത്ത വെയിലിനെ കുറിച്ച് അവർ സംസാരിക്കുകയായിരുന്നു. ഈ വെയിൽ നമ്മളുടെ ആവശ്യനെ വളരെ മോശമാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ എന്താ, ഈ പ്രാവശ്യം വെയിൽ ഒരുപാട് അധികമായിട്ടുണ്ട്. മാത്രമല്ലാതെ ഈ കറണ്ട് പ്രശ്നം വേറെ. അത് ശരിയാണ്, ഓരോ പ്രാവശ്യവും പുതിയ ഗവൺമെൻറ് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും നടക്കുന്നു തോന്നുന്നു. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് തോൽവി മാത്രമാണ്. വെയിൽ ഒരുപാട് അധികമായിട്ടുണ്ട്. ഇപ്പോൾ കഴിക്കാൻ പോലും ഇഷ്ടം വരുന്നേ ഇല്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരുപാട് മയക്കം വരുന്നുണ്ട്. അപ്പോഴാണ് സൂരജ് അവിടേക്ക് വന്നത്. അവൻ ആ ഗ്രാമത്തിലെ യുവാവാണ്. അവൻ സിറ്റിയിൽ ചെന്ന് പഠിച്ചിട്ട് തിരികെ വന്നിരിക്കുകയാണ്. മരത്തിനടിയിൽ ഇരുന്നു കൊണ്ടിരുന്ന ടേക്രാം പിന്നെ മോഹൻരാമിനെ അവൻ കണ്ടു. അങ്കിൾ, സുഖം തന്നെ? ഇപ്പോൾ എന്ത് പറയാനാ, വെയിൽ കാരണം ഒരുപാട് മോശമായിട്ടുണ്ട്. ഇപ്രാവശ്യം ഗ്രാമത്തിൽ വെയിൽ ഒരുപാട് അധികമായിട്ടുണ്ട്. നീ പറയൂ മോനെ, സിറ്റിയിൽ നിന്ന് എപ്പോഴാണ് വന്നത്? ഇപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. എൻ്റെ പഠിത്തം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഡിഗ്രീന് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ ഒരു നല്ല ജോലി കിട്ടിയെങ്കിൽ സിറ്റിയിൽ തന്നെ ഇരുന്നേക്കും. അതും ശരിയാണ്. ഇപ്പോൾ ഗ്രാമത്തിലിരിക്കാൻ ആരാണ് ഇഷ്ടപ്പെടുന്നത്? ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും കുറവാണ് ഉള്ളത്. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇല്ലല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട അങ്കിൾ, വേഗം തന്നെ ഈ ഗ്രാമത്തിലേക്കും നല്ല കാര്യങ്ങൾ നടക്കും. അതിന് കാത്തിരുന്ന് എനിക്കും വയസ്സായിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞിട്ട് 3 പേരും ചിരിച്ചു. അതിനുശേഷം സൂരജ് തന്റെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. രാത്രി സൂരജ് തന്റെ വീട്ടിൽ തറയിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ അമ്മ അവന് ഫ്രഷായി ഉണ്ടാക്കിയ ആഹാരം കൊണ്ടുവന്ന് നൽകി. വരൂ അമ്മേ, നിങ്ങളും എന്നോടൊപ്പം ഇരുന്ന് കഴിച്ചേക്ക്. ഇല്ല മോനെ, കഴിക്കാൻ ഒട്ടും മനസ്സ് വരുന്നില്ല. എന്തിനാ അങ്ങനെ പറയുന്നത്? ഈ വെയിൽ കാരണം അവസ്ഥ വല്ലാതെ മോശമായി മോനെ. അങ്ങനെ ചൂടുള്ള ആഹാരം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഉടനെ വയ്യാതെ വരുമെന്ന് തോന്നുന്നു. ഇതുപോലെ നിങ്ങൾ കഴിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അസുഖം പിടിക്കുമല്ലേ? സാരമില്ല, ഇരിക്കട്ടെ മോനെ, ഞാൻ അതൊക്കെ നോക്കിക്കോളാം. ശരി, കുഴപ്പമില്ല, വിട്ടേക്ക്. നാളെ നിങ്ങൾക്ക് വേണ്ടി തേക്രാം അങ്കിളിന്റെ പാടത്തിൽ നിന്ന് ഫ്രഷ് ആയിട്ട് മാമ്പഴം കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന്റെ തോട്ടത്തിലുള്ള മാമ്പഴം വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. നേരാണോ? അതെ അമ്മേ, നേരാണ്. സൂരജ് അതെ എന്ന് തല കുലുക്കി. അവന്റെ അമ്മ തന്റെ മോൻ തന്നോട് സ്നേഹത്തോടെ ഇരിക്കുന്നത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. അടുത്ത ദിവസം ടേക്രാം തന്റെ മാവിൻ തോട്ടത്തിൽ മരത്തിനടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് സൂരജ് അവിടേക്ക് വന്നത്. സൂരജിനെ കണ്ടതും തന്നെ ടേക്രാം എണീറ്റിരുന്നു. ചേട്ടാ, സൂരജ് മോനെ, വരൂ മോനെ വരൂ. എന്താ ഇവിടെ വന്നിരിക്കുന്നു? മാമ്പഴം വാങ്ങിക്കാനായിട്ട് വന്നത് ചേട്ടാ. ഈ കൊല്ലം കൃഷിയൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഒരുപാട് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരുപാട് വെയിൽ അധികമായത് കാരണം വലിയ കൃഷിയൊന്നും നടന്നിട്ടില്ല. ഈ കൊല്ലം ശരിക്കും വെയിൽ ഒരുപാട് അധികമായിട്ടുണ്ടോ? അതെ, കഴിഞ്ഞ കൊല്ലത്തിന് ശേഷം ഈ കൊല്ലം ഒരുപാട് അധികമായിട്ടുണ്ട്. പിന്നെ മാമ്പഴം ചൂടുള്ള പഴമായത് കൊണ്ട് ആൾക്കാർ ഇതിനെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാമ്പഴം തണുപ്പായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ കരുതിയത് തെറ്റാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മാമ്പഴ ജ്യൂസ് തണുപ്പിന് വേണ്ടിയുള്ള ഒരു വലിയ സാധനമാണ്. പക്ഷേ മാമ്പഴം കുറഞ്ഞത് കാരണം ഇപ്പോഴതും കുറവായിട്ട് കാണുന്നുണ്ട്. സൂരജ് കുറച്ചു സമയം ആലോചിച്ചു. എന്നിട്ട് അതെ എന്ന് തല അനക്കി. എന്നിട്ട് അവിടെ നിന്ന് അവൻ തിരിച്ചുപോയി. സൂരജ് പോയതിനു ശേഷം ടേക്രാം വീണ്ടും മരത്തിനടിയിൽ തന്നെ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി സൂരജ് തന്റെ സ്റ്റഡി ടേബിളിൽ ഇരുന്നു കൊണ്ട് തന്റെ പുസ്തകങ്ങൾ നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ അമ്മ അവിടെ വന്ന് അവനോട് സംസാരിച്ചത്. മോനെ സൂരജ്, നീ എന്തു ചെയ്തോണ്ടിരിക്കുകയാണ്? പാടത്ത് പോയിട്ട് വന്നതു മുതൽ പുസ്തകം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. മാമ്പഴം നീ വാങ്ങിക്കൊണ്ടുവന്നില്ല. ഇനി നീ എന്തു ചെയ്യാൻ പോവുകയാണ്?
അമ്മേ, ഇന്ന് തേക്കരൻ ചേട്ടൻ പറഞ്ഞു വെയിൽ അധികമായത് കാരണം കൊണ്ട് മാമ്പഴ കൃഷി കുറവായി കാണുന്നുണ്ടെന്ന്. അത് കാരണമാണ് ഈ കൊല്ലം അദ്ദേഹത്തിന് മാമ്പഴം കുറവായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അത് ശരി. ഇതിനും നിന്റെ പുസ്തകത്തിനും എന്താണ് ബന്ധം മോനെ? അമ്മേ, ഞാൻ സിറ്റിയിൽ സയൻസ് ആണ് പഠിച്ചത്. അവിടെ കുടിക്കാൻ ഒരു സാധനം കിട്ടും, അതിനെ സോഡ എന്ന് പറയും. സോഡയോ? അതെന്താണ് മോനെ? വെള്ളത്തിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ മിക്സ് ചെയ്താൽ പിന്നെ സോഡ കിട്ടിയേക്കും. പിന്നെ അതിൽ നമ്മൾ പലവിധമായ രുചികളെയും ചേർത്തോളാം. പക്ഷെ ഇതിൽ മാമ്പഴവും വെയിലിന്റെ പ്രശ്നവും എങ്ങനെയാ മോനെ തീരുക? സോഡ ശരീരത്തിനെ തണുപ്പായിട്ട് മാറ്റിയേക്കും. പിന്നെ അതിൽ കുറച്ച് മാമ്പഴ സാധനങ്ങൾ ചേർത്ത് അതിനെ നമുക്ക് സാധകമാക്കാം. അങ്ങനെയാണെങ്കിൽ മുഴുവൻ ഗ്രാമത്തിനും ഇതൊരു പുതിയ കാര്യമായിരിക്കും. അതെ അമ്മേ, തീർച്ചയായിട്ടും. ഞാൻ നാളെ തന്നെ സിറ്റിയിലേക്ക് പോയിട്ട് എല്ലാ സാധനങ്ങൾക്കും ഏർപ്പാട് ചെയ്തേക്കാം. സൂരജിന്റെ അമ്മ ശരിയെന്ന് തല അനക്കി. എന്നിട്ട് അവിടെ നിന്നും അവർ പോയി. പിന്നെ സൂരജ് ആ പുസ്തകം വായിച്ചുകൊണ്ട് നോട്ട്സ് റെഡിയാക്കുകയായിരുന്നു. അടുത്ത ദിവസം സൂരജ് ഹാർഡ്വെയർ ഫാക്ടറിയിലേക്ക് ചെന്നു. അവിടെ അവൻ ബ്രിജേഷിനെ ചെന്ന് കണ്ടു. അവൻ വെള്ളത്തിൽ ഗ്യാസ് നിറയ്ക്കാനുള്ള മെഷീൻ ചെന്ന് നോക്കുകയായിരുന്നു. അത് അവൻ വാങ്ങാൻ കരുതി. നമസ്കാരം ബ്രിജേഷ് സർ, ഞാനാണ് നിങ്ങളോട് ഫോണിൽ സംസാരിച്ചത്. ആ, നിങ്ങളല്ലേ സൂരജ്? ബ്രിജേഷ് സൂരജിനെ തന്റെ ഗുഡൌണിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെള്ളത്തിൽ ഗ്യാസ് നിറയ്ക്കുന്നത് മുതൽ അത് പാക്കിംഗ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ മെഷീൻസും അവിടെ ഉണ്ടായിരുന്നു. സൂരജ് അത് ശ്രദ്ധിച്ചു നോക്കി. പിന്നെ അവന് തൃപ്തിയായി. ശരി, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ചേർത്ത് നിങ്ങൾ എനിക്ക് എത്രയ്ക്ക് തരും? ഇതെല്ലാം മൊത്തം ചേർത്ത് ഒരു 4 ലക്ഷമാകും. എന്ത്, 4 ലക്ഷമോ? ഇത് ഒരുപാട് അധികമാണ്. എന്താ മോനെ, ഇപ്പോൾ ഇതുപോലുള്ള മെഷീനുകൾ ഒരുപാട് കോസ്റ്റ്ലി അല്ലേ? ഇപ്പോൾ നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എത്ര വേണം? എന്നെ ക്ഷമിച്ചേക്ക്, എന്നെ കൊണ്ട് ഇതിനെ വാങ്ങിക്കാൻ പറ്റില്ല. സൂരജിന് വല്ലാതെ വിഷമമായി. എന്നിട്ട് അവിടെ നിന്നും അവൻ പുറപ്പെട്ടു. സൂരജ് വല്ലാതെ വിഷമത്തോടെ ഗ്രാമത്തിലെ തെരുവിൽ കൂടി തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴിയിൽ മരത്തിനടിയിൽ ഇരുന്നു കൊണ്ടിരുന്ന മോഹൻ റാമിനെ അവൻ കണ്ടു. അദ്ദേഹം തന്റെ മകൾ പുഷ്പയോടൊപ്പം അവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. ഷെടാ സൂരജ് മോനെ, എവിടെയാണ് പോയിട്ട് വരുന്നത്? ഒരുപാട് വിഷമമായിട്ടുണ്ട്. എന്താ പറയാനാ കൊച്ചച്ച, ഞാൻ സിറ്റിയിലേക്ക് പോയിട്ടുണ്ട്. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് മാമ്പഴം കോള ചെയ്യണമെന്ന് വിചാരിച്ചു. അതിൽ കുറച്ച് മാമ്പഴത്തിൽ രുചിയുള്ള സോഡ ചെയ്ത് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തരാം. പക്ഷേ സിറ്റിയിലുള്ള മെഷീൻ ഒരുപാട് കോസ്റ്റ്ലിയാണ്. അതിനെ നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റില്ല. മോഹൻ റാമിന് അല്പം സന്തോഷം തോന്നി. അദ്ദേഹം തന്റെ മകൾ പുഷ്പയെ നോക്കി. മോളെ പുഷ്പ, നിന്നെ കൊണ്ട് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും അച്ഛാ. സൂരജേട്ടാ, ഞാനും എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. നിങ്ങൾക്ക് പറയാനാകുമോ നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന്? വെള്ളത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ മിക്സ് ചെയ്യുന്നതിനെ പോലെ എനിക്ക് ഒരു മെഷീൻ വേണം. മനസ്സിലായി. എനിക്കിത് ചെയ്യാൻ കഴിയും. എന്ത്, നേരാണോ? ഒരു പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. എന്നാ ശരിയേട്ടാ, നാളെ നമ്മുടെ വീട്ടിന് പുറകിലുള്ള തൊഴിൽശാലയിലേക്ക് വന്നേക്കോ. സൂരജ് ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും പോയി. അതോടെ ആ ദിവസവും അവസാനിച്ചു. അടുത്ത ദിവസം സൂരജ് കയ്യിൽ കുറച്ച് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഫാക്ടറിയിലേക്ക് ചെന്നെത്തി. അവിടെ പുഷ്പ അവനു വേണ്ടി മുന്നേ തന്നെ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സൂരജ് അവളോട് ആ പ്ലാൻ കാണിച്ചു. അവളും അതെല്ലാം കണ്ടതും അവൾക്ക് മനസ്സിലായി. അതിനുശേഷം രണ്ടുപേരും അവരുടെ പണി തുടങ്ങി. അവർ സ്റ്റീലിന്റെ കഷ്ണങ്ങൾ വെട്ടിയെടുത്തു. അത് കൂട്ടിച്ചേർത്തു. പിന്നെ പൈപ്സും നോബ്സും ഇട്ടു. പൈപ്പിന്റെ പ്രഷർ മനസ്സിലാക്കാനായി ഒരു ഗോജിയും വെച്ചു. കുറച്ചു സമയത്തിനകം അവരുടെ മെഷീനും റെഡിയായി. സൂരജ് കാർബൺ ഡൈ ഓക്സൈഡ് സിലിണ്ടർ കൊണ്ടുവന്നു. അവർ അത് മെഷീനിൽ ഫിക്സ് ചെയ്തു. പിന്നെ മറ്റൊരു വശത്ത് വെള്ളം നിറഞ്ഞ ബോട്ടിൽ ഫിക്സ് ചെയ്തു. ആദ്യത്തെ ശ്രമത്തിൽ ആ ബോട്ടിൽ പൊട്ടിപ്പോയി. പിന്നെ അവർ വീണ്ടും ശ്രമിച്ചു നോക്കി. പ്രഷർ മാറ്റി മാറ്റി കൊടുത്തു നോക്കി. പിന്നെ അവസാനം ശരിക്കുമുള്ള അളവ് അവർ കണ്ടെത്തി. ആ ദിവസം അവസാനിക്കുന്നതിന് മുൻപ് അവർ തയ്യാറാക്കിയ മെഷീൻ റെഡിയായി. അത് ജനങ്ങൾക്കായി പണിയെടുക്കാൻ റെഡിയായിരുന്നു. അടുത്ത ദിവസം സൂരജ് തന്റെ പുതിയതായി ചെയ്ത മാംഗോ കോല കടയിൽ നിൽക്കുകയായിരുന്നു. അതിൽ പുഷ്പയുടെ സഹായം കൊണ്ട് ചെയ്ത ആ മെഷീനും ഉണ്ടായിരുന്നു. അതുവഴി പോയ കുറച്ച് ആളുകൾ അത് ശ്രദ്ധിച്ചുകൊണ്ടുപോയി. പക്ഷെ നിന്ന് അത് നോക്കിയില്ല. അപ്പോഴാണ് ടേക്രാം ഒരു മാമ്പഴപ്പെട്ടി എടുത്തുകൊണ്ട് അവിടേക്ക് വന്നത്. ഇതാ, നീ പറഞ്ഞതുപോലെ ഞാൻ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് എന്റെ പാടത്ത് കിട്ടിയ കടൈസി മാമ്പഴം. ഇതിനെ വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ പോണത്? അപ്പോഴാണ് പുഷ്പ അവിടേക്ക് വന്നത്. അവളോടൊപ്പം മോഹൻ റാമും വന്നിരുന്നു.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കൊച്ചിച്ച. ആ മാമ്പഴം കണ്ടതും ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അവിടേക്ക് ഒന്നിച്ചുകൂടി. ഈ പുതിയ കാര്യം കണ്ടിട്ട് അവരുടെ മനസ്സിലെ ആഗ്രഹം അധികമായി. അല്ല മോനെ സൂരജ്, എന്താണിത്? ഇത് ഞാനും പുഷ്പവും ചേർന്ന് കണ്ടുപിടിച്ച കണ്ടുപിടിപ്പാണ്. മാമ്പഴക്കോള. ഇത് എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് എല്ലാരും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൂടാ? എന്നിട്ട് നിങ്ങൾ തന്നെ പറയൂ. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ അതിന് ശരിയെന്ന് സമ്മതിച്ചു. അവർ തല ആനക്കി. സൂരജ് ഫ്രഷായ പഴുത്ത മാമ്പഴം കയ്യിലെടുത്തു. അവൻ മാമ്പഴത്തിന്റെ തോല് മാറ്റിയിട്ട് അതിന്റെ ജ്യൂസ് ഒരു ബൗളിലെടുത്തു. അതിന്റെ വിത്ത് അവൻ തനിച്ചു മാറ്റി. അതിനുശേഷം അവൻ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചു. പിന്നെ പുഷ്പ വാൾവ് ഓപ്പൺ ചെയ്ത് മെഷീൻ സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിലിൽ പ്രഷർ കയറാൻ തുടങ്ങി. പിന്നെ പണി കഴിഞ്ഞതും സൂരജ് അത് പുറത്തേക്ക് എടുത്തു. പിന്നെ അവൻ വേഗം ഗ്ലാസ്സിൽ കുറച്ച് മസാല പൊടി ഇട്ടു. പിന്നെ മാമ്പഴ ജ്യൂസും പിന്നെ ഫ്രഷായ സോഡയും അതിലേക്ക് ഒഴിച്ചു. ഗ്ലാസ്സിൽ പത പൊങ്ങി വരാൻ തുടങ്ങി. ഇത് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് നൽകിയതും തന്നെ അതവർ ആശ്ചര്യത്തോടെ നോക്കി. പിന്നെ പതുക്കെ ഒരേ ഒരു ഡ്രോപ്പ് കുടിച്ചു. പിന്നെ അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കാണപ്പെട്ടു. വാവ് സൂരജ്, ഇത് ഒരുപാട് ടേസ്റ്റി ആയിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. നേരാണ്, ഇത് ശരിക്കും വളരെ തണുത്തിരിക്കുന്നത് പോലെയുണ്ട്. പുഷ്പ, മോഹൻ റാം, ടേക്ക് റാം അതെടുത്ത് കുറച്ചു കുടിച്ചു നോക്കി. വാവ് മോനെ, ഇത് ഒരുപാട് രുചിയായിട്ടുണ്ട്. ഇനിയൊരു ഗ്ലാസ് തരൂ. ഇത് തീർച്ചയായിട്ടും രുചിയായിട്ടുണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ ഒരുപാട് അധികമായിട്ട് കുടിക്കാൻ പറ്റില്ല. ഇതിന്റെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് ഒരുപാട് സമയം വരയ്ക്കും നിമ്മതി തന്നേക്കും. ഗ്രാമത്തിലുള്ളവരെല്ലാം ശരിയെന്ന് തല അനക്കി. പിന്നെ ഇതോടെ ഈ മാംഗോ കോല ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി മാറി. പിന്നെ സൂരജ് ഇത് ഓരോ വെയിൽ കാലത്തും ജനങ്ങളുടെ നല്ലതിനു വേണ്ടി ചെയ്യുകയാണ്.